السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നാം ഓരോരുത്തരും ഏറെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു അവരുടെ ശറഹ് ഇബ്നു അഖീൽ. മഹാനാകുന്ന നബവി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച അൽഫിയത്ത് ഇബ്നു മാലിക് നഹ്വിയായ ഓരോ ഖവാഇദുകളെ ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ധാരാളം തെളിവുകൾ കൊണ്ടുവന്ന് തൻ്റെ ഭാഷാ വൈഭവം കൊണ്ടും തൻ്റെ അറബി സാഹിത്യത്തിലെ അത്യുന്നത പദവി കൊണ്ടും ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ ഒരു നളുമിനെ, അവിടുത്തെ ആ ഒരു ഭാഷാശുദ്ധിയിലെ വളരെ ആവിഷ്കാരം കൊണ്ട് വളരെ കൃത്യമായി നഹ്വിയായ ഓരോ കാവ്യതകളെയും കോർത്തിണക്കി കൊണ്ടുവന്ന അൽഫിയ. ആ അൽഫിയുടെ ഘടന തന്നെ വളരെ സുന്ദരമായ രീതിയിലാണല്ലോ. ആ കാലഘട്ടത്തിൽ അൽഫിയക്ക് മുകളിൽ വെക്കാൻ ഒരു ഗ്രന്ഥം കാണാൻ സാധിച്ചിട്ടില്ല. അത്രയേറെ വളരെ വ്യക്തമായി കൃത്യമായി പദ്യത്തിലൂടെ കൊണ്ടുവന്ന ആ അൽഫിയ പിൽക്കാലത്ത് ഫഹ്മു കുറഞ്ഞ ആളുകൾ ഒരുപാടുണ്ടായി. ഫഹ്മു കുറഞ്ഞ ആളുകൾ എന്നല്ല, ആ സാഹിത്യ രീതിയിൽ കൊണ്ടുവന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ പല ആളുകളും കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ അങ്ങനെയാണല്ലോ, കുറഞ്ഞു ഫഹ്മു കുറഞ്ഞു വരുന്ന പല ആളുകളുണ്ടാവും. മുത്തഅല്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന രീതിയിൽ ആ അൽഫിയക്ക് ധാരാളം ഷുറൂഹുകൾ ഉണ്ട്. ഏകദേശം 120ഓളം ഷറഹുകൾ അൽഫിയത്ത് ഇബ്നു മാലിക് ഉണ്ട്. ആ 177 ഷറഹുകളിൽ നിന്ന് വളരെ സുന്ദരമായ രീതിയിൽ ആ മുസന്നിഫിന്റെ മുറാദുകൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുക എന്ന ആ ദൗത്യം ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു. ഹിജ്റ 694കളിൽ ജനിച്ച് 769കളിൽ വഫാത്തായ അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ ഖുറൈശി അൽ ഹാഷിമി എന്ന മുഴുവൻ പേരുള്ള ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ആ കിതാബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദൗത്യം, ഇവിടെ നഹ്വിയായ ഖാഇദ സമർത്ഥിക്കണമെന്ന ആ ദൗത്യം, നഹ്വിലെ ആധികാരിക ഗ്രന്ഥമായ ആ ഗ്രന്ഥത്തെ പൊതുജനങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക്, വിദ്യാർത്ഥി സമൂഹത്തിന് മനസ്സിലാക്കണം എന്ന രീതിയിലാക്കാൻ വേണ്ടി ഒരു ഷറഹ് രചിക്കുകയാണ്. ആ ഷറഹ് കൊണ്ടുവരുമ്പോൾ വളരെ സുന്ദരമായ രീതിയിൽ അതിൻ്റെ മുഖദ്ദിമയാണ് നമ്മളിവിടെ വായിച്ചത്. അതിൽ തന്നെ കാണാം അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു മല്ലാ നബിയ ബഅദ എന്നിങ്ങനെ ആ ഒരു ഘടനയിൽ തന്നെ സുന്ദരമായ രീതിയിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു അതിൻ്റെ മുഖദ്ദിമ മുതൽ ഖവാത്തിമ വരെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഉദ്ധരിച്ച് നഹ്വിയായ ഖായിദകളിലെ ഓരോ ഭാഗങ്ങളും കോർത്തിണക്കി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. എത്രമാത്രമെന്ന് വെച്ചാൽ ഒരു ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അൽഫിയയിലെ ഒരു ബൈത്ത് കൊണ്ടുവന്നാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ശവാഹിദുകൾ ധാരാളം കൊണ്ടുവരും. അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവലംബിക്കാൻ കഴിയുന്നതായ പൂർവ്വകാല പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ അവർ ചൊല്ലിയ പഴമൊഴികൾ, അവർ കൊണ്ടുവന്ന പഴഞ്ചൊല്ലുകൾ അത് കൊണ്ടുവന്നുകൊണ്ട് ആ വിഷയം ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മൾ പറയും, നമുക്ക് മുസ്ലിമീങ്ങളായ നമുക്കൊക്കെ ഖുർആൻ തെളിവായി കൊണ്ടുവരാം. എന്നാൽ ഖുർആനിനെ അംഗീകരിക്കാത്ത ഒരു സമൂഹം ഇവിടെയുണ്ടല്ലോ. അറബികൾ തന്നെയാണെങ്കിൽ പോലും അവരംഗീകരിക്കൽ ഖുർആനിനെയല്ല, മറിച്ച് പൂർവ്വകാലത്ത് അവർക്കുണ്ടായിരുന്ന ധാരാളം സാഹിത്യകാരന്മാരുണ്ട്. കഴിഞ്ഞുപോയ സാഹിത്യകാരന്മാർ, ആ സാഹിത്യകാരന്മാരുടെ തെളിവുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അതിവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ഓരോ ബൈത്തുകൾക്ക് ശേഷവും അതുപോലെ തന്നെ ഓരോ ഖായിദ പറഞ്ഞതിന് ശേഷവും ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്ന വളരെ സുന്ദരമായ ശൈലി കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, പൂർവ്വകാലത്തുണ്ടായിരുന്ന ധാരാളം അറബികളിൽ തന്നെ അറബി എന്ന് പറയുന്നത് വലിയ
അറബി എന്ന് പറയുന്ന വലിയ ഒരു വിശാലമായി പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ ഫസീഹയുടെ ഭാഗമായാലും ബലാഗയുടെ ഭാഗമായാലും വിശാലമായി ധാരാളം പഠിക്കാനുള്ളതാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിജ്ഞാന ശാഖയല്ലല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ വിശാലമായി അറബി ഭാഷയെ സംബന്ധിച്ച് പഠനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും ആ വിഷയത്തിൽ കൃത്യമായ പഠനവും നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയാണ്. ഒരു ഗുരുവിൽ നിന്ന് എഴുത്തും വായനയും പഠിക്കാൻ സാധിക്കാത്ത റബ്ബ് സുബ്ഹാനഹു വ തആല വെല്ലുവിളികളുടെ നേരിടാൻ വേണ്ടി അള്ളാഹു അത്തരത്തിലാക്കിയെടുത്തു. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയിൽ വല്ലാതെ ഫസീഹും അറബിയിൽ വല്ലാതെ സാഹിത്യത്തിൻ്റെ വലിയ ഒരു ഗോപുരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനായി അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയച്ചത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. കാരണം അവർ ഫസീഹായ അറബി സംസാരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് വ്യത്യസ്ത ഗോത്രക്കാർ വ്യത്യസ്തമായ രീതിയിൽ അറബി ഭാഷയിലെ ആ ഒരു സാഹിത്യത്തിൻ്റെ അത്യുന്നതിയെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ആ ഓരോ ബസറക്കാരുടെയും കൂഫക്കാരുടെയും അതല്ലാത്തതായ വ്യത്യസ്തമായതായ പൂർവ്വകാലത്തുള്ള ഗോത്രങ്ങൾ, ആ വിഭാഗങ്ങൾ അവർ അറബി ഭാഷയിലെ സാഹിത്യ രീതിയെ, അറബി ഭാഷയിലെ നഹ്വിയായ ഖായിദകൾ അവർ ഉൾക്കൊണ്ട, അവർ മനസ്സിലാക്കിയ പൊതുജനങ്ങളിലേക്ക് തങ്ങളുടെ ഭാഷാ വൈഭവം എത്തണമെന്നവർ ആഗ്രഹിച്ച ആ ഭാഗങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ബസറക്കാർ അവരോട് എങ്ങനെ പറഞ്ഞു, കൂഫക്കാർ അവരിങ്ങനെ പറഞ്ഞു എന്ന് വ്യത്യസ്തമായ അവരുടെ ഭാഷയിലെ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ധാരാളമായി സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനല്ല. അവരുടെ ഉസ്താദുമാരെ കൊണ്ടും ശിഷ്യന്മാരെ കൊണ്ടും വളരെ സമൃദ്ധമായൊരു മഹാനാണ്. നഹ്വിയായ വിഷയത്തിൽ വലിയ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി ബിൻ ഹദറമി തങ്ങളെപ്പോലെ, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ അൽ അത്താരിയെ പോലെയുള്ള വലിയ മഹത്തുക്കളിൽ നിന്ന് പഠനം നടത്തി ധാരാളം ശിഷ്യന്മാർ, സിറാജുദ്ദീൻ അൽ ബുൽഖിനി തങ്ങളെ പോലെയുള്ള ധാരാളം ശിഷ്യന്മാരെ ഈ സമൂഹത്തിന് സമർപ്പിച്ച ആ ഒരു ഇൽമിൻ്റെ വലിയ നിറകുടമായ ബഹുമാനപ്പെട്ട ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വളരെ പരിശുദ്ധമാകപ്പെട്ട, അങ്ങനെ തന്നെ പറയാം, ഒരു ലുഗത്തിൻ്റെ കിതാബാണെങ്കിൽ പോലും ഭാവി കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു തലമുറക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഒരു നഹ്വിയായ ഖായിദ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നഹ്വും സർഫും ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു വലിയ സ്വഹാബി പ്രമുഖനോട് ആ ഒരു ദൗത്യമേറ്റെടുത്ത് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എപ്രകാരം ആ ഒരു നഹ്വി ഖായിദകളെ തൻ്റെ ബൈത്തുകളിലൂടെ സമർപ്പിച്ചോ ആ ഒരു സമർപ്പണ ദൗത്യമേറ്റെടുത്തുകൊണ്ട് ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു കൃത്യമായി ആ ഒരു ആശയത്തെ സമർത്ഥിക്കുന്നതിൽ വളരെയേറെ അധ്വാനിച്ചിട്ടുണ്ട്. അതിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ വിജയം നൽകിയിട്ടുണ്ട്. അതുപോലെയുള്ള മഹത്തുക്കളെ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പൂർവികരാകുന്ന മഹത്തുക്കൾ അവരെപ്രകാരമാണോ ഈ ഒരു അറബി ഭാഷയെ നമ്മിലേക്ക് കൈമാറി തന്നത്, ആ ഒരു കൈമാറ്റം ഇനിയുള്ള ഒരു സമൂഹത്തിലേക്ക് കൂടെ സമർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.